9,22,27,500 രൂപ വാങ്ങിയതിൽ 29,897 പേർക്ക് മാത്രമാണ് ലാപ്ടോപ്പ് നൽകിയത്. 3. സമാനമായി തയ്യൽ മെഷീൻ വാഗ്ദാനം നൽകി 56,082 പേരിൽ നിന്ന് 23,24,27,200 രൂപ വാങ്ങിയതിൽ 53,478 പേർക്കാണ് മെഷീൻ ലഭിച്ചത്. 4. 279 കേസുകളുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭഘട്ടത്തിലാണ്. സർ സി. ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി 49,386 പേരിൽ നിന്നും 281,43,34,000 രൂപ കൈപ്പറ്റിയതായാണ് ഇതുവരെ കണ്ടെത്തിയത്. ഡി. പ്രതിയുടെയും പ്രതിയുടെ സ്ഥാപനങ്ങളുടേതുമായി 23 ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇ. ഉണ്ട് 3 ഭൂസ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. യെസ്. ശ്രീ മുരളി പെരുന്നല്ലി. സർ, സൗജന്യ നിരക്കിൽ എന്തെങ്കിലും മോഹിപ്പിച്ചാൽ ആ വലയിൽ വീഴുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. ഈ പാതിവില തട്ടിപ്പ് സംഘടിതമായൊരു കൊള്ളയാണ് എന്നുള്ള കാര്യം തർക്കരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം കൊള്ളക്കാർക്ക് നമ്മുടെ കേരളത്തിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ കർക്കശ നടപടിയെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി. പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകുകയായിരുന്നു. ഇതുവരെ 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മുഖ്യപ്രതികളുടെ അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചു. 665 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതൊപ്പം മുഖ്യപ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞു.